ഹായ് സ്റ്റുഡൻസ്, ഓർഗാനിക് കെമിസ്ട്രി എന്നൊരു പുതിയ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ പഠിച്ച കെമിസ്ട്രിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ് ഓർഗാനിക് കെമിസ്ട്രി. അപ്പം വളരെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ എളുപ്പം ഉള്ള ഒരു ടോപ്പിക്കാണ് നമ്മളുടെ ഓർഗാനിക് കെമിസ്ട്രി. ഇനി എന്താണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഓർഗാനിക് കെമിസ്ട്രി, ഇറ്റ് ഈസ് എ കെമിസ്ട്രി ഓഫ് കാർബൺ. കാർബണിൻ്റെ കെമിസ്ട്രിയാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയും. അപ്പം എന്തുകൊണ്ട് കാർബണിന് മാത്രം? നമുക്കറിയാം നമുക്ക് ചുറ്റും ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്, പക്ഷേ കാർബണിന് മാത്രം, അതിൻ്റെ കെമിസ്ട്രി മാത്രം എന്തിനാണ് ഒരു ബ്രാഞ്ചായിട്ട് വന്നത്? കാരണം അത്രയ്ക്കും കോമ്പൗണ്ട്സ് നമ്മളുടെ ഈ കാർബൺ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ പറയപ്പെടുന്നത് നമ്മുടെ ലോകത്തുള്ള മറ്റ് എലമെൻസിൻ്റെ എല്ലാ കോമ്പൗണ്ട്സും എടുത്തു കഴിഞ്ഞാലും കാർബൺ ഉണ്ടാക്കുന്ന കോമ്പൗണ്ടിൻ്റെ 1/10 അവയൊക്കെ വരൂ എന്നാണ് പറയുന്നത്. സോ കാർബണിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മളുടെ ലിവിങ് തിങ്സിലായാലും പെട്രോളിയം, അതേപോലെ നമ്മളുടെ ഡെയിലി യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റിലും കാർബൺ ഒരു എസെൻഷ്യൽ എലമെൻ്റ് ആണ്. കാർബൺ ഇല്ലാത്തൊരു ലോകമില്ല. അപ്പം അതാണ് കാർബണിന് വളരെ പ്രത്യേകത. ആ കാർബണിൻ്റെ ഇമ്പോർട്ടൻസ് കൊണ്ടാണ് നമ്മൾ കാർബണും കാർബണിൻ്റെ കോമ്പൗണ്ട്സിനെയും പറ്റി പഠിക്കാൻ വേണ്ടി എന്തുണ്ടാക്കിയത്? ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ളൊരു ബ്രാഞ്ച് തന്നെ ഉണ്ടാക്കിയത്. ഇനി നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ. എന്താണ് കാർബണിൻ്റെ സിമ്പൽ? നമുക്കെല്ലാവർക്കും അറിയാം. ദ സിമ്പൽ ഓഫ് കാർബൺ ഇസ് സി, ക്യാപിറ്റൽ സി. ദെൻ ആറ്റോമിക് നമ്പർ ഓഫ് കാർബൺ എന്താണ്? ഇറ്റ് ഈസ് 6. ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? അറ്റോമിക് നമ്പർ 6 ആണെങ്കിൽ കാർബണിൽ 6 ഇലക്ട്രോൺസ് ആൻഡ് 6 പ്രോട്ടോൺസ് ഉണ്ടാവും. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? 2,4. 2,4 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഷെൽ, ഏറ്റവും പുറത്തുള്ള ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? ദാറ്റ് ഇസ് 4. ഇനി വാലൻസി. വാലൻസി എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? നമുക്കറിയാം, സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നോബൽ ഗ്യാസിൻ്റെ കോൺഫിഗറേഷനാണ്. ഇപ്പോൾ നോബൽ ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ അല്ലാത്ത എല്ലാ എലമെൻസിനും സ്റ്റേബിൾ ആയിരിക്കില്ല, അവർ സ്റ്റേബിൾ ആയിരിക്കില്ല. സോ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി അവരെന്ത് ചെയ്യും? ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുക, ലൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യുക ചെയ്യും, അല്ലേ? അതായത് ആ 8 കിട്ടണം. അപ്പോൾ ഇവിടെ നോക്കുക, 2, 4 ആണ്. ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേബിൾ കോൺഫിഗറേഷൻ. സോ ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ സ്റ്റെബിലിറ്റി കാർബൺ വിൽ ഒരു 4 ഇലക്ട്രോണും കൂടി വേണം. അപ്പം ഈ ഒരു കേസിൽ കാർബണിൻ്റെ 4 എണ്ണം വേണ്ടതുകൊണ്ട് എന്ത് ചെയ്യണം? കാർബണൊക്കെ കണക്കാണ്. 4 എണ്ണം കൊടുക്കുക, 4 എണ്ണം വാങ്ങുക, അല്ലെങ്കിൽ 4 എണ്ണം ഷെയർ ചെയ്യുക. അപ്പോൾ കാർബണിന് ഇവിടെ ചെയ്യാൻ എളുപ്പം 4 എണ്ണം ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. സോ വാലൻസി എന്ന് പറഞ്ഞാൽ ദി നമ്പർ ഓഫ് ഇലക്ട്രോൺ an atom shares, donate or accept. അതന്നെയാണ് നമ്മൾ വാലൻസി എന്ന് പറയും. സോ ഇവിടെ ഷെയർ ചെയ്യുന്നത് എത്ര ഇലക്ട്രോൺ ആണ്? 4 ഇലക്ട്രോൺ ആണ്. സോ ദ വാലൻസി ഓഫ് കാർബൺ ഇസ് 4. ഓക്കെ. ഇനി മെറ്റൽ ഓർ നോൺ മെറ്റൽ. നമുക്കറിയാം പൊസിഷൻ ഓഫ് കാർബൺ ഇസ് റൈറ്റ് മോസ്റ്റ് പാർട്ട്, അല്ലേ? ഏറ്റവും റൈറ്റ് അല്ലെങ്കിലും റൈറ്റ് പാർട്ടിലാണ് കാർബണിൻ്റെ പൊസിഷൻ. പീരിയോഡിക് ടേബിളിലെ റൈറ്റ് സൈഡിലുള്ളവരൊക്കെ എന്തായിരിക്കും? നോൺ മെറ്റൽസ് ആയിരിക്കും. സോ കാർബൺ ഇസ് എ നോൺ മെറ്റൽ. ഓക്കെ, നോൺ മെറ്റൽ. ഇനി എന്താണ് വാലൻസി? നമ്മൾ കാർബണിൻ്റെത് 4 ആണെന്ന് പറഞ്ഞു. അപ്പം എന്താണ് ഈ വാലൻസിയെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇവിടെ നോക്കുക, ഇത് കണ്ടോ? വാലൻസി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ ഹാൻഡ്, ഇറ്റ് ഈസ് എ കമ്പൈനിങ് കപ്പാസിറ്റി. അതിനാണ് നമ്മൾ വാലൻസി എന്ന് പറയാം. അപ്പോൾ വാലൻസി 4 ആണെന്ന് അതിൻ്റെ മീനിങ് എന്താണ്? 4 ആൾക്കാരുമായിട്ട് കാർബൺ എന്ത് ചെയ്യാൻ പറ്റും? ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. ക്ലിയർ? ആക്ച്വലി ഈ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഒരു കൈ പോലെയാണ്. അതായത് മറ്റുള്ളവരുമായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ, അവരെ ചേർത്ത് പിടിക്കാൻ, ഇലക്ട്രോണിനെ ചേർത്ത് പിടിക്കാനുള്ള കൈകളാണ് ആക്ച്വലി ദിസ് വാലൻസി. അപ്പം കാർബണിൻ്റെ വാലൻസി എന്താണ്? 4 ആയതുകൊണ്ട് 4 ആൾക്കാരുമായിട്ട് കാർബണിന് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. ഇനി വാലൻസി 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവർക്ക് 2 ആൾക്കാരുമായിട്ട്, 2 മറ്റ് ആറ്റങ്ങളുമായിട്ടായിരിക്കും അവർക്ക് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുക. ഓക്കെ. അപ്പം വാലൻസി പറഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി ഹാൻഡ്. ഇനി എന്താണ് നമ്മളുടെ കാർബണ് ഇത്രമാത്രം പ്രത്യേകത? കാർബൺ ഇത്രമാത്രം പ്രത്യേകതകൾ വരാനുള്ള കാരണങ്ങൾ.
അതിലാണ് നമ്മൾ നോക്കാനുള്ള പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ത് തന്നെയാണ്? വാലൻസി ഓഫ് കാർബൺ ഇസ് 4 ആയതാണ്. അതായത് 4 ആയതുകൊണ്ട് 4 ബോണ്ട് ഉണ്ടാക്കാൻ ആർക്ക് കഴിയും? കാർബണിന് കഴിയും. അത് വലിയൊരു പ്രത്യേകതയാണ്. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? എബിലിറ്റി ഓഫ് കാറ്റനേഷൻ ഇസ് ഹൈ. കാറ്റനേഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് കാറ്റനേഷൻ എന്ന് പറഞ്ഞാൽ? കാറ്റനേഷൻ ഈസ് ദി എബിലിറ്റി ഓഫ് ദി ആറ്റംസ് ഓഫ് എൻ എലമെന്റ് ടു കമ്പൈൻ എമംഗ് ദംസെൽസ്. അവരിലെ തന്നെ, ഫോർ എക്സാമ്പിൾ എക്സ് എന്നുള്ള ഒരു ആറ്റം ഉണ്ടെങ്കിൽ മറ്റ് എക്സുകളുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാനുള്ള എബിലിറ്റി. ഒരേപോലെയുള്ള ആറ്റങ്ങൾ തമ്മിൽ ബോണ്ട് ഫോം ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? കാറ്റനേഷൻ എന്ന് പറയാം. കാറ്റനേഷൻ പ്രോപ്പർട്ടി ഉള്ള കുറച്ച് എലമെന്റ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഈ കാർബണും എന്തുണ്ട്? കാറ്റനേഷൻ പ്രോപ്പർട്ടി ഉണ്ട്. ബട്ട് ദിസ് കാറ്റനേഷൻ പ്രോപ്പർട്ടി ഓഫ് കാർബൺ ഇസ് വെരി ഹൈ. അതായത് കാർബൺ എന്ത് പറ്റും? തൊട്ടടുത്ത കാർബൺ 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 കാർബൺ, അതേപോലെ ഇവിടെ താഴെ കാർബൺ ഉണ്ടെങ്കിൽ കാർബൺ. അപ്പൊ ഇങ്ങനെ തൊട്ടടുത്ത കാർബൺ ആറ്റങ്ങളുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ടോ? നമ്മളുടെ കാർബൺ ഉണ്ട്. ആ കഴിവ് കാർബണിന് കുറച്ച് അധികമാണ്. സോ ദിസ് കാറ്റനേഷൻ പ്രോപ്പർട്ടി ഓഫ് അവർ കാർബൺ ഇസ് വെരി ഹൈ. ദാറ്റ് ഇസ് എ സെക്കൻഡ് പ്രോപ്പർട്ടി ഓഫ് കാർബൺ. അല്ലെങ്കിൽ ഇത്രമാത്രം കാർബണിന് കോമ്പൗണ്ട്സ് കാണിക്കാനുള്ള രണ്ടാമത്തെ റീസൺ ആണെന്ത്? കാറ്റനേഷൻ പ്രോപ്പർട്ടി. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷെയറിൽ, നമുക്ക് നേരത്തെ പറഞ്ഞു വാലൻസി 4 ആണ്. അതുകൊണ്ട് കാർബൺ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോണിനെ കൊണ്ടാണ് ബോണ്ട് ഫോം ചെയ്യുക, അല്ലേ? അപ്പോൾ ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? കോവാലന്റ് ബോണ്ട് ആണ്, അല്ലേ? ദ ബോണ്ട് ഫോംഡ് ബൈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ഇസ് നോൺ ആസ് കോവാലന്റ് ബോണ്ട്. സോ നമുക്കറിയാം ദർ ആർ 3 ടൈപ്സ് ഓഫ് കോവാലന്റ് ബോണ്ട് ഉണ്ട്. സിംഗിൾ ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ഇനി 9th പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പം സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഒക്കെ എന്താണ്? ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് കോവാലന്റ് ബോണ്ട്. നമ്മളുടെ ഈ കാർബൺ എന്താണ്? ഈ എല്ലാ ടൈപ്പ് ബോണ്ടും ഫോം ചെയ്യും. സിംഗിൾ ബോണ്ട് ഉണ്ടാക്കും, ഡബിൾ ബോണ്ട് ഉണ്ടാക്കും, ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാക്കും. So single bond, double bond and triple bond are possible between carbon atom. That is another property of carbon. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി എന്താണ്? The carbon atoms combine together to form many straight chain, ring or branched chain compounds. സ്ട്രെയിറ്റ് ചെയിൻ, അതായത് സി 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 ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള അബിലിറ്റി കാർബൺ ഉണ്ട്. ഇനി അല്ലാതെ റിങ് പോലെ, കണ്ടോ, ക്ലോസ്ഡ് ചെയിൻ പോലെ ഇങ്ങനെ ഫോം ചെയ്യാനുള്ള എബിലിറ്റി നമ്മളുടെ കാർബൺ ഉണ്ട്. ഇനി ബ്രാഞ്ച്, അതായത് കണ്ടോ ഇങ്ങനെ ബ്രാഞ്ച്ഡ്, ഇങ്ങനത്തെ കോമ്പൗണ്ട്സ് ഫോം ചെയ്യാൻ കാർബണിന് എബിലിറ്റി ഉണ്ട്. സോ ഓൾ ദീസ് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ ദാറ്റ് മേക്ക് ദി കാർബൺ സോ സ്പെഷ്യൽ. ഓക്കെ, അപ്പം ദീസ് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ. ഇനി നമുക്ക് നോക്കാനുള്ളത് കാറ്റനേഷൻ പ്രോപ്പർട്ടി എന്താണെന്ന് നമ്മൾ പഠിച്ചു. നമ്മളുടെ ചാപ്റ്ററിലേക്ക് വരികയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പം ഇനിയാണ് നമ്മൾ ചാപ്റ്ററിലേക്ക് വരാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ ഹൈഡ്രോ കാർബൺ. എന്താണ് ഹൈഡ്രോ കാർബൺ? ഇത് നിങ്ങൾ 9th ജസ്റ്റ് ഒന്ന് കേട്ടിട്ടുണ്ടാവും, അല്ലേ? ആ പേരിൽ തന്നെ ഉണ്ട് ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ മീൻ ഹൈഡ്രജൻ, കാർബൺ മീൻ കാർബൺ. സോ ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ കോമ്പൗണ്ട് കണ്ടെയ്നിങ് ഓൺലി ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഇസ് നോൺ ആസ് ഹൈഡ്രോ കാർബൺ. ഹൈഡ്രജനും കാർബണും മാത്രമുള്ള കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹൈഡ്രോ കാർബൺസ് എന്ന് പറയാം. നിങ്ങളിവിടെ നോക്കുക, CH4, ഇത് കണ്ടോ, CH കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാവർക്കും, അല്ലേ? ഇതിൻ്റെ പേരുകളൊന്നും നിങ്ങൾ കണ്ട് പേടിക്കേണ്ട, അതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ എന്താണ് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ? കോമ്പൗണ്ട് കണ്ടെയ്നിങ് ഓൺലി കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ഇനി ഈ ഹൈഡ്രോ കാർബണെ നമ്മൾ ഇപ്പോൾ കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ മിസ് ചെറിയൊരു ക്ലാസിഫിക്കേഷൻ എന്നാണ് തുടങ്ങുന്നത്. ആക്ച്വലി ഹൈഡ്രോ കാർബൺ പല വിധമുണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഒരു ഇൻട്രോ എന്ന നിലയ്ക്ക് ഞാൻ ചെറിയൊരു ക്ലാസിഫിക്കേഷൻ, ഹൈഡ്രോ കാർബണിലെ ഒരു സെക്ഷൻ ഓഫ് ക്ലാസിഫിക്കേഷനാണ് മിസ് പറയുന്നത്. സോ ദിസ് ഹൈഡ്രോ കാർബൺ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2, which are the saturated hydrocarbon and unsaturated hydrocarbon. Saturated hydrocarbon and unsaturated hydrocarbon. ഈ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിന് നമ്മൾ ആൽക്കെയിൻസ് എന്നും കൂടി പറയും. ഓക്കെ, അവരുടെ വേറൊരു നെയിമാണെന്ത്? ആൽക്കെയിൻസ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ 2 തരമുണ്ട്, ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ് എന്ന് പറയും. ഇനി എന്താണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് നോക്കാം. സോ സാച്ചുറേറ്റഡ് നമ്മൾ പറഞ്ഞു നേരത്തെ, കാർബണിന് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, അതേപോലെ ട്രിപ്പിൾ ബോണ്ട്, ഈ 3 ടൈപ്പ് ബോണ്ടും ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്.
അപ്പോൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞാൽ ദ ഹൈഡ്രോകാർബൺ കണ്ടെയ്ൻ സിംഗിൾ ബോണ്ട് ഓൺലി. അതായത് അതിലുള്ള ആ കോമ്പൗണ്ടിലുള്ള എല്ലാ ബോണ്ടും എന്തായിരിക്കും? സിംഗിൾ ബോണ്ട് ആയിരിക്കും. അപ്പം ദാറ്റ് കോമ്പൗണ്ട് കണ്ടെയ്ൻ ഓൺലി സിംഗിൾ ബോണ്ട് ഇസ് നോൺ ആസ് വാട്ട്? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. അതിൻ്റെ വേറൊരു പേരാണെന്ത്? ആൽക്കെയിൻ. സോ ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ANE കേട്ടോ, KANE. സോ ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കോമ്പൗണ്ട് കണ്ടെയ്ൻ ഓൺലി സിംഗിൾ ബോണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം കേട്ടോ, കാർബൺ ഹൈഡ്രജനുമായിട്ട് സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്. സോ സിംഗിൾ ബോണ്ട് മാത്രമുള്ള കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് പറയാം. ഇനി അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. അൺസാച്ചുറേറ്റഡ് എന്തായിരിക്കും? അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ, ഒന്നോ ഒന്നിലധികമോ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുന്ന എല്ലാ കോമ്പൗണ്ടിനെയും നമ്മൾ എന്ത് പറയും? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറയും. അതിൽ തന്നെ ഡബിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോകാർബണ് നമ്മൾ എന്ത് പറയും? ആൽക്കീൻ എന്ന് പറയും, ENE. ഓക്കെ, ENE. ട്രിപ്പിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോകാർബണ് നമ്മൾ ആൽക്കൈൻ എന്ന് പറയും, YNE. ഓക്കെ, സോ അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കണ്ടെയ്ൻ ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട്, അതിനാണ് നമ്മൾ അൺസാച്ചുറേറ്റഡ് എന്ന് പറയാം. അത് 2 ടൈപ്സ് ഉണ്ട്, ആൽക്കീൻ, ENE കേട്ടോ, ആൽക്കീൻ ആൻഡ് ആൽക്കൈൻ. ട്രിപ്പിൾ ബോണ്ട് ഉള്ളതിനെ നമ്മൾ ആൽക്കൈൻ എന്നും പറയും. സിംഗിൾ ബോണ്ട് ഉള്ളതിനെ നമ്മൾ ANE, ആൽക്കെയിൻ. സോ ANE, ENE, YNE. എയിൻ എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് കണ്ടെയ്ൻ ഓൺലി സിംഗിൾ ബോണ്ട്. ഈൻ എന്ന് പറഞ്ഞാൽ അൺസാച്ചുറേറ്റഡ് കണ്ടെയ്നിങ് ഡബിൾ ബോണ്ട്. ഐൻ എന്ന് പറഞ്ഞാൽ അൺസാച്ചുറേറ്റഡ് കണ്ടെയ്നിങ് ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ, ദെൻ കണ്ടോ, അപ്പോൾ ഇത്രയാണ് സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ്. എന്താണ്? നമ്മൾ സാച്ചുറേറ്റഡിന് ആൽക്കെയിൻ എന്ന് പറയും, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കീൻ എന്ന് പറയും, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കെയിൻ എന്ന് പറയും. ഇനി മെയിൻ ആയിട്ടുള്ള സംഭവത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 3 തരം ഫോർമുലയെ പറ്റി നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഒന്ന് മോളിക്കുലർ ഫോർമുല, ഒന്ന് സ്ട്രക്ചറൽ ഫോർമുല, ഒന്ന് കണ്ടൻസ്ഡ് ഫോർമുല. മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. അതിൽ ആറ്റത്തിൻ്റെ സിമ്പിൾ എഴുതിയിട്ട് അതിൽ എത്ര ആറ്റത്തിൻ്റെ നമ്പർ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ എഴുതുക. സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ചെറുതാക്കി എഴുതുന്നതിനാണ് നമ്മൾ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയാം. അപ്പോൾ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുക നമ്പർ ഓഫ്, അതിനാണ് നമ്മൾ മോളിക്കുലർ ഫോർമുല എന്ന് പറയാം. ദെൻ സ്ട്രക്ചറൽ ഫോർമുല. സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്ട്രക്ചറൽ ഫോർമുല ഈസ് അതിൻ്റെ സ്ട്രക്ചർ കാണിക്കുക. ഫോർ എക്സാമ്പിൾ ആദ്യം കണ്ടൻസ്ഡ് ഫോർമുല എന്താണെന്ന് നോക്കാം. കണ്ടൻസ്ഡ് ഫോർമുല കണ്ടോ, C2H6. അപ്പം നമ്മൾ അതിനെ എങ്ങനെ എഴുതി? CH3 എന്നുള്ള രീതിയിൽ എഴുതി. എത്ര കാർബൺ ഉണ്ട്? 2 2. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 3 6. കണ്ടോ, CH3. സോ കണ്ടൻസ്ഡ് ഫോർമുലയിൽ ഓരോ കാർബണിലും എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഒരു കാർബണിൽ എത്ര? ഒരു കാർബണിൽ 3. സോ അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല കണ്ടു. ഒരു കാർബൺ ഉണ്ട്, 3 ഹൈഡ്രജൻ നമ്മൾ കാർബണിൻ്റെ നേർക്ക് ബോണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ? ദെൻ CH3, അടുത്ത CH3യിൽ കണ്ടോ, ഒരു കാർബൺ, അതിലേക്ക് 3 ഹൈഡ്രജൻ. പിന്നെ കാർബൺ എപ്പോഴും എന്ത് വേണം? ബോണ്ട് വേണം. ഓക്കെ, അപ്പം ഇതാണ് മോളിക്കുലർ ഫോർമുല, സ്ട്രക്ചറൽ ഫോർമുല, കണ്ടൻസ്ഡ് ഫോർമുല. ഇത് 3ഉം സെയിം ആണ്, 3 രീതിയിൽ പറയുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളതാണ് നമ്മളുടെ മെയിൻ ആള്, അതായത് നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോകാർബൺ. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി നെയിമിങ്. നമ്മൾ ടെക്സ്റ്റിൽ ഇനി പഠിക്കാനുള്ളത്, ടെക്സ്റ്റ് തുടങ്ങുന്ന തന്നെ ആക്ച്വലി ദിസ് ഈസ് യുവർ കണ്ടന്റ്. നെയിമിങ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പേരിടൽ കർമ്മമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളുടെ മനുഷ്യന്മാർക്ക് പേരിടുന്ന പോലെ അത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ല ഓർഗാനിക് കോമ്പൗണ്ട്സിന് പേരിടാനുള്ളത്. അതിന് കുറച്ച് റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ഈ നെയിമിങ്ങിനെ നമ്മൾ നോമൻക്ലേച്ചർ എന്നാണ് പറയാം. ഇപ്പോൾ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് ആക്ച്വലി ദി നെയിമിങ്. ദെൻ നമുക്കങ്ങനെ വെറുതെ എന്തെങ്കിലും പേരിട്ട് വിളിക്കാൻ പറ്റില്ല, അതിനൊക്കെ ഓരോ റൂളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം IUPAC, കണ്ടോ, ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ദിസ് ഇസ് ആക്ച്വലി എ യൂണിയൻ ഓഫ് കെമിസ്ട്രി. നമ്മളുടെ ഐക്യരാഷ്ട്രസഭ എന്നൊക്കെ പറയുന്ന പോലെ IUPAC എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി എ യൂണിയൻ.
കെമിസ്ട്രിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുക, അതിനുള്ള റൂൾസ് കാര്യങ്ങളൊക്കെ ഒരു ഹെഡാണ് ആക്ച്വലി ദിസ് IUPAC എന്ന് പറയുന്നത്. സോ ഈ IUPAC കുറച്ച് ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ നെയിമിങ്, നോമൻക്ലേച്ചർ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ IUPACയുടെ ഫുൾ ഫോം ഒന്ന് പഠിക്കണം, കാരണം ചിലപ്പം ചോദിക്കാം. ഇനി നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ടിനെ പേരിടുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ആദ്യം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിൽ തുടങ്ങാം. ഓക്കെ, സിമ്പിൾ നെയിമിങ് വെച്ചിട്ട് തുടങ്ങാം. അപ്പം ആദ്യം നോക്കേണ്ടത്, നമുക്കൊരു കോമ്പൗണ്ട് കിട്ടിയാൽ അതിൽ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടാണ്, എന്തായാലും ഡെഫിനറ്റ്ലി കാർബൺ അതിലുണ്ടാവും. അപ്പോൾ ആദ്യത്തെ പേരിടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ആ കോമ്പൗണ്ടിൽ എത്ര കാർബണിൻ്റെ എണ്ണം ഉണ്ടെന്ന് നോക്കണം. അതിനനുസരിച്ച് നമ്മൾ ഒരു വേർഡ് റൂട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുക. വേർഡ് റൂട്ട് എന്ന് പറയുന്നത് ഒരു പേരിൻ്റെ ആദ്യത്തെ ഭാഗം. അതിൽ ഒരു കാർബൺ ആണ് ആ കോമ്പൗണ്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾ മെത്ത് വെച്ചിട്ട് തുടങ്ങണം. ദെൻ 2 കാർബൺ ഉണ്ടെങ്കിൽ എത്ത്, 3 കാർബൺ ഉണ്ടെങ്കിൽ പ്രൊപ്പ്, 4 കാർബൺ ഉണ്ടെങ്കിൽ ബ്യൂട്ട്, 5 കാർബൺ ഉണ്ടെങ്കിൽ പെൻറ്റ്, 6 കാർബൺ ഹെക്സ്, 7 ഹെപ്റ്റ്, 8 ഒക്റ്റ്, 9 നോൺ, 10 കാർബൺ ഉണ്ടെങ്കിൽ ഡെക്ക്. അപ്പോൾ പേരിൻ്റെ ആദ്യത്തെ ഭാഗത്തെയാണ് നമ്മൾ ഈ വേർഡ് റൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ കോമ്പൗണ്ട് തരും, നമ്മളോട് പേരിടാനാണ് പറയുക. അപ്പോൾ അതിൽ എത്ര കാർബൺ ഉണ്ടോ അതിനനുസരിച്ച് നമ്മളൊരു സ്യൂട്ടബിൾ വേർഡ് റൂട്ട്, കറക്റ്റ് ആയിട്ടുള്ള വേർഡ് റൂട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി വേർഡ് റൂട്ട് കിട്ടിയെന്ന് വെച്ചു, കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കുക അത് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ ദാറ്റ് കോമ്പൗണ്ട് കണ്ടെയ്ൻ ഓൺലി സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് ചേർത്ത് കൊടുക്കുക, ആൽക്കീൻസ് അല്ലേ, ANE ചേർത്ത് കൊടുക്കുക. വേർഡ് റൂട്ടിൻ്റെ കൂടെ ANE ചേർത്തിട്ട് പേരിടുക. ഇനി ആ കോമ്പൗണ്ടിൽ ഡബിൾ ബോണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യുക, ആ വേർഡ് റൂട്ടിൻ്റെ കൂടെ, അതായത് കാർബണിൻ്റെ എണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ ഈൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പേര് കിട്ടും. ഇനി ട്രിപ്പിൾ ബോണ്ട് ആണ് കണ്ടതെങ്കിൽ ആ വേർഡ് റൂട്ടിൻ്റെ കൂടെ YNE ചേർത്ത് കൊടുക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, ആ ട്രിപ്പിൾ ബോണ്ട് കോമ്പൗണ്ടിൻ്റെ പേര് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ അതിൻ്റെ നെയിമിങ് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളിവിടെ നോക്കുക, C2H6. ഓക്കെ, അപ്പം C2H6 ആണ് മോളിക്കുലർ ഫോർമുല. നമുക്ക് അതിൻ്റെ പേരിടണം. ഇവിടെ പേര് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, നമുക്ക് അറിയില്ല എന്ന് വെക്കാം. അപ്പം C2H6. അപ്പം ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് ഈ കോമ്പൗണ്ടിൻ്റെ പേരിടാൻ അതിൽ എത്ര കാർബൺ ഉണ്ട് എന്ന് നോക്കാം. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള വേർഡ് റൂട്ട് കണ്ടുപിടിക്കാം. എത്ര കാർബൺ ഉണ്ട്, 2 കാർബൺ ഉണ്ട്. C2 ആണ് അല്ലേ, അപ്പം C2 ആകുമ്പം 2 കാർബൺ ഉണ്ട്. അപ്പം നമ്മൾ എന്ത് കറക്റ്റ് ചെയ്യണം, C2 2 കാർബൺ ആകുമ്പം ഏതാണ്, എത്ത്, കണ്ടോ, എത്ത്. അപ്പം നമ്മൾ എന്ത് എഴുതി, വേർഡ് റൂട്ട് നമുക്ക് കിട്ടി ETH, എത്ത്. പിന്നെ നോക്കുക, ഇതാണ് C2H6ൻ്റെ സ്ട്രക്ചറൽ ഫോർമുല. അപ്പോൾ ഇത് നോക്കുക, ഇതിൽ കണ്ടോ എല്ലാം എന്താണ്, സിംഗിൾ ബോണ്ട് ആണ്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ആൽക്കെയിനിൻ്റെ ANE. സോ എത്തിൻ്റെ കൂടെ ആ ANE ചേർത്ത് കൊടുക്കുക. അപ്പം ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താണ്, ഇറ്റ് ഈസ് ഈതെയിൻ. ഓക്കെ, ഈതെയിൻ. ഇനി ഇത് നിങ്ങൾ നോക്കണ്ട, ലാസ്റ്റത്തെ നോക്കാം, ഇത് 1 നോക്കാം. ഇതിൻ്റെ പേര് നമുക്കറിയില്ല. C3H8 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ദിസ് ഈസ് എ സ്ട്രക്ചറൽ ഫോർമുല. അപ്പം എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കുക. 1 2 3 3 കാർബൺ ഉണ്ട്. 3 കാർബൺ ആണെങ്കിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, 3 കാർബൺ ആണെങ്കിൽ നമ്മൾ പ്രൊപ്പ്, കണ്ടോ, പ്രൊപ്പാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം പ്രൊപ്പ് എന്ന് എഴുതാം, PROP, പ്രൊപ്പ്. ഇനി നോക്കുക, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ സിംഗിൾ ബോണ്ടോ, അപ്പോൾ എല്ലാം സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ ANE ചേർത്ത് കൊടുക്കുക, പ്രൊപ്പെയിൻ. സോ ഈ കോമ്പൗണ്ടിൻ്റെ പേരാണെന്ത്, പ്രൊപ്പെയിൻ. കണ്ടോ, നമ്മൾ എഴുതിയ കറക്റ്റാണ്, പ്രൊപ്പെയിൻ. മറ്റേത് ഈതെയിൻ. കണ്ടോ, ഇങ്ങനെയാണ് ആക്ച്വലി പേരുകൾ കൊടുക്കുക. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇതാ ഇവിടെ പേര് തന്നിട്ടില്ല, ആൻഡ് നെയിം ദിസ് കോമ്പൗണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഒരു കോമ്പൗണ്ട്, ഇത് 2 കോമ്പൗണ്ട്സ് ആണ്, ഇത് വേറെ ഇത് വേറെ. അപ്പോൾ ഫസ്റ്റത്തെ നമുക്ക് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ കാർബണിൻ്റെ എണ്ണം നോക്കുക. അപ്പോൾ 1 2 3 3 കാർബൺ ഉണ്ട്. 3 കാർബൺ ആണെങ്കിൽ നമ്മൾ ഏത് വേർഡ് റൂട്ടാണ് യൂസ് ചെയ്യുക, പ്രൊപ്പ്, PROP. പിന്നെ അതിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ സിംഗിൾ ബോണ്ടോ നോക്കാം. അപ്പോൾ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഉറപ്പാണെന്ത്, ഇറ്റ് ഈസ് ENE ചേർത്ത്. അപ്പോൾ ഇതിൻ്റെ പേരാണെന്ത്, പ്രൊപ്പീൻ. ഇനി അടുത്ത ആൾ നോക്കാം,
എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ഉണ്ട്. 4 കാർബൺ ആണെങ്കിൽ വേർഡ് റൂട്ട് ബ്യൂട്ട് എന്നാണ് വരിക. പിന്നെ ഈ കോമ്പൗണ്ടിൽ ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കും? EN ചേർത്ത് കൊടുക്കും, ബ്യൂട്ടീൻ. സോ ഇതിൻ്റെ പേരാണെന്ത്? ബ്യൂട്ടീൻ എന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കോമ്പൗണ്ട് ആണ് ദിസ് വൺ. ഇതിൽ നോക്കുക എന്താണ്, എത്ര കാർബൺ ഉണ്ടെന്ന് എണ്ണി നോക്കാം. സോറി, നോട്ട് ദിസ് വൺ. ദിസ് വൺ. നോക്കുക എത്ര കാർബൺ ഉണ്ട്? 1 2. സോ 2 കാർബൺ ആണെങ്കിൽ ദ വേർഡ് റൂട്ട് ഇസ് എത്ത്. ദെൻ ദിസ് കോമ്പൗണ്ട് കണ്ടെയ്ൻ ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എന്താണ്? YNE. സോ ഈ കോമ്പൗണ്ടിന്റെ പേരാണ് ഈതൈൻ. ഇനി ഇവിടെ നോക്കുക 1 2 3. 3 കാർബൺ ഉണ്ടെങ്കിൽ ദ വേർഡ് റൂട്ട് ഇസ് പ്രൊപ്പ് അല്ലേ? പ്രൊപ്പ്. ഇനി ട്രിപ്പിൾ ബോണ്ട് ആണ്, അപ്പം YNE. ക്ലിയർ? അപ്പം ഇതിൻ്റെ പേരാണെന്ത്? പ്രൊപ്പൈൻ എന്നുള്ളത്. അപ്പം ഇങ്ങനെയാണ് എന്ത് നമ്മൾ പേരിടുക. ആദ്യം കാർബണിൻ്റെ എണ്ണം നോക്കുക. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE ചേർത്ത് കൊടുക്കുക, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എന്താണ്? YNE ചേർത്തിട്ട് കൊടുക്കുക. ഇനി നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഹോമോലോഗസ് സീരീസ്? There is a millions of different organic compounds and chemists have devised a method of classifying them into families with a similar formula and properties. അതായത് ഒരുപാട് കാർബൺ കോമ്പൗണ്ട്സ് നമ്മളുടെ ചുറ്റുമുണ്ട്. അപ്പോൾ ആ കാർബൺ കോമ്പൗണ്ട്സിനൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ട് കെമിസ്റ്റ് എന്താക്കിയിട്ടുണ്ട്, അവരൊക്കെ ഓരോരോ ഫാമിലീസ് ആയിട്ട്, ഓരോരോ ഗ്രൂപ്പായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ 3 ഗ്രൂപ്പ് പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ എന്ന് പറഞ്ഞാലൊക്കെ എന്താണ്? Actually they are one family. Okay, so each family of organic compound is called a homologous series. അപ്പം അതിൽ ഓരോ ഫാമിലിയും നമ്മൾ ഹോമോലോഗസ് സീരീസ് എന്നാണ് പറയാം. ആ ഹോമോലോഗസ് സീരീസിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതായത് നമ്മൾ ആൽക്കെയിൻ എന്ന് പറയുന്നതിൽ നമ്മളിപ്പം ഒരുപാട് എക്സാമ്പിൾസ് കണ്ടില്ലേ? ഫോർ എക്സാമ്പിൾ ദിസ് വൺ. ഇവരൊക്കെ നോക്കുക, ഇതിലൊക്കെ കണ്ടോ? നോട്ട് ദിസ് ഈതെയിൻ. ഈതെയിൻ നോക്കുക, ഈതെയിനിൽ കാർബണും ഹൈഡ്രജനും ആണ്, ഫുള്ള് സിംഗിൾ ബോണ്ടാണ്. പ്രൊപ്പെയിൻ നോക്കുക അല്ലേ, ഫുള്ള് സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ കാർബണും ഹൈഡ്രജനും ഫുള്ള് സിംഗിൾ ബോണ്ടിൽ ഇവരൊക്കെ ഒരു ഫാമിലി ആക്കിക്കൂടെ? അപ്പോൾ ഇതിനാണ് നമ്മൾ ആൽക്കെയിൻ ഗ്രൂപ്പ് എന്ന് പറയാം. ആൽക്കെയിൻ ഗ്രൂപ്പ്. അപ്പം ആൽക്കെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഹോമോലോഗസ് സീരീസ്. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഹോമോലോഗസ് സീരീസ്. ആൽക്കീൻ എന്താണ്? വേറെ ഹോമോലോഗസ് സീരീസിന് എക്സാമ്പിൾ ആണ്. ആൽക്കൈൻ എന്താണ്? വേറൊരു ഹോമോലോഗസ് സീരീസിന് എക്സാമ്പിൾ ആണ്. So homologous series is a family of compound with the same general formula, same functional group and similar chemical property. അവർക്ക് ഏകദേശം സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസും ആയിരിക്കും. ഈ ഹോമോലോഗസ് സീരീസിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. The members can be represented by a general formula. ഒരു ജനറൽ ഫോർമുല വെച്ചിട്ട് നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആൽക്കെയിൻ. ആൽക്കെയിൻ നമ്മൾ പഠിച്ചു, സാച്ചുറേറ്റഡ്. അതിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n+2 ആണ്. CnH2n+2. അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കതിൽ ഓരോ വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിൻ്റെ വാല്യൂ 1 ഇട്ട് കൊടുത്താൽ C1 H2 into 1 plus 2. So 2 plus 2 4 വരും. CH4 എന്ന് കിട്ടി അല്ലേ? C1 നമ്മൾ എഴുതാറില്ല. ഓക്കെ, CH4 കണ്ടോ? CH4. ഇനി എന്നിന് 2 കൊടുത്താലോ? C2 H2 into 2 plus 2. So C2 H6 എന്ന് വരും. കണ്ടോ? C2H6. അപ്പോൾ നമുക്ക് എന്താണ്? ഹോമോലോഗസ് സീരീസ് ആണെങ്കിൽ വി ക്യാൻ റെപ്രസെൻറ്റ് ദാറ്റ് സീരീസ് ഓർ ഫാമിലീസ് യൂസിങ് എ ജനറൽ ഫോർമുല. അപ്പം നമ്മളുടെ ആൽക്കീനിൻ്റെ ജനറൽ ഫോർമുല എന്താണ്? CnH2n+2. സോ ഈ ഒരു ജനറൽ ഫോർമുല വെച്ചിട്ട് നമുക്ക് ഒരുപാട് ആൽക്കൈൻസിനെ, ഏത് ആൽക്കൈൻസിനെ വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ ആൽക്കീനിനൊരു ജനറൽ ഫോർമുല ഉണ്ട്, ആൽക്കൈനിനൊരു ജനറൽ ഫോർമുല ഉണ്ട്. സോ ആൽക്കൈനിൻ്റെ ജനറൽ ഫോർമുല CnH2n+2, ആൽക്കീനിൻ്റെ ജനറൽ ഫോർമുല CnH2n, ആൽക്കൈനിൻ്റെ ജനറൽ ഫോർമുല CnH2n-2. അപ്പോൾ ഈ ജനറൽ ഫോർമുല ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. n+2, n+2n and 2n-2. ഇനി
രണ്ടാമത്തെ ഹോമോലോഗസ് സീരീസിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? സോ ദ മെമ്പർ ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ എ ജനറൽ ഫോർമുല. ഇനി സക്സസീവ് മെമ്പേഴ്സ് ഡിഫർ ബൈ CH2 ഗ്രൂപ്പ്. തൊട്ടടുത്ത മെമ്പേഴ്സ് തമ്മിൽ CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമായിരിക്കും ഉണ്ടാവുക. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, ഇപ്പം ഇവിടെ കുറേ ഇത് ആൽക്കീൻ ഗ്രൂപ്പിന്റെ ഹോമോലോഗസ് സീരീസ് ആണ്. അപ്പോൾ CH4 അല്ലേ, CH4 ഇതിലേക്ക് നിങ്ങളൊരു CH2 ആഡ് ചെയ്ത് കൊടുത്തു നോക്ക്. ഒരു CH2 ആഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എണ്ണം കൂട്ടുക. അപ്പം CH2 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കാർബൺ എത്ര എണ്ണം ആകും? 2 എണ്ണം ആകും. C2 H4ൻ്റെ കൂടെ ഒരു 2 കൂടി വരുമ്പം H6 ആവും. കണ്ടോ? C2H6 C2H6. ഇനി C2H6ലേക്ക് വീണ്ടും ഒരു CH2 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായിട്ട് മാറും? കാർബണിൻ്റെ എണ്ണം C3 ആകും. H എന്തായിട്ട് മാറും? 6+2 ഇറ്റ് ഈസ് 8 C3H8. കണ്ടോ? അപ്പം ഒരു ഹോമോലോഗസ് സീരീസിലെ തൊട്ടടുത്ത മെമ്പേഴ്സ് തമ്മിൽ എത്ര ഇതിൻ്റെ വ്യത്യാസം ഉണ്ടാകും? ഒരു CH2 ഗ്രൂപ്പിൻ്റെ വ്യത്യാസമാണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് ദി സെക്കൻഡ് പോയിന്റ്. ദെൻ തേർഡ് പോയിന്റ് എന്താണ്? മെമ്പേഴ്സ് ഷോ സിമിലറിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ്. സിമിലർ പ്രോപ്പർട്ടി കാണിക്കും. ദെൻ ദർ ഈസ് എ റെഗുലർ ഗ്രഡേഷൻ ഇൻ ദിയർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഒരു റെഗുലർ ഗ്രഡേഷൻ, അതായത് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക രീതിയിലായിരിക്കും അത് പീരിയോഡിക്, ഒരു പ്രത്യേക രീതിയിലായിരിക്കും ഇൻക്രീസ് ചെയ്യുക. സൈസ് കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടുക, മെൽറ്റിംഗ് പോയിന്റ് കൂടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ദീസ് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ഹോമോലോഗസ് സീരീസ്. അപ്പോൾ ഇന്ന് ഇത്ര മതി. അപ്പോൾ ഇതുവരെ എടുത്തത് നന്നായിട്ട് വായിച്ചു നോക്കാം. ആൻഡ് ദേർസ് ആർ സം ക്വസ്റ്റ്യൻസ് ഫോർ യു. റൈറ്റ് എ മോളിക്കുലർ ഫോർമുല ഫോർ ഫോളോയിങ് കോമ്പൗണ്ട്. ഞാൻ ഫസ്റ്റത്തെ മാത്രം ചെയ്തുതരാം. മോളിക്കുലർ ഫോർമുല എഴുതാനാണ് പറഞ്ഞത്, പ്രൊപ്പീൻ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യം പേര് നോക്കാം, പ്രൊപ്പ് അല്ലേ. പ്രൊപ്പ് എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ഉള്ളപ്പോൾ യൂസ് ചെയ്യേണ്ട വേർഡ് റൂട്ടാണ്? 3 കാർബൺ. സോ മോളിക്കുലർ ഫോർമുല എങ്ങനെയായിരിക്കും? C3. ഇനി ഇറ്റ് ഈസ് ഈനാണ്, പ്രൊപ്പീനാണ്. ENE എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ആൽക്കീൻ. സോ ആൽക്കീനിൻ്റെ ജനറൽ ഫോർമുല എന്തായിരുന്നു? CnH2n ആണ് ജനറൽ ഫോർമുല അല്ലേ. അപ്പം എന്നിൻ്റെ വാല്യൂ ഇവിടെ 3 ആണെന്ന് നമുക്ക് കിട്ടി. സോ H എത്ര ആയിരിക്കും? 6 ആയിരിക്കും. സോ മോളിക്കുലർ ഫോർമുല ഓഫ് പ്രൊപ്പീൻ ഈസ് C3H6. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള ആൾക്കാരുടെ മോളിക്കുലർ ഫോർമുല നിങ്ങൾ എഴുതണം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദി നെയിം ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്. പേര് എഴുതാനാണ്. അതിൽ ഫസ്റ്റത്തെ മിസ് പറഞ്ഞുതരാം. ഇത് സെയിം ആണല്ലേ, C3H6. എങ്ങനെയാണ് പേരിടുക? ആദ്യം കാർബണിൻ്റെ എണ്ണം നോക്കാം, 3 കാർബൺ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് റൂട്ടാണ് പ്രൊപ്പ് അല്ലേ, പ്രൊപ്പ്. ദെൻ C3H6 ആണ്. അപ്പം C3H6 ആണെങ്കിൽ ഏത് ജനറൽ ഫോർമുല ആയിട്ടാണ് അത് വരുന്നത് എന്ന് നോക്കണം. അതായത് CnH2n ആണോ, CnH2n+2 ആണോ നോക്കാം. അപ്പോൾ CnH2n നമ്മൾ നോക്കുമ്പോൾ എന്താണ്? C3H2 ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ എന്ത് വന്നു? C3H6 വന്നു അല്ലേ. അപ്പോൾ ഉറപ്പാണ് ഇത് എന്തായിരിക്കും? ഒരു ആൽക്കീൻ ആയിരിക്കും, ആൽക്കീൻ. സോ എന്താണ്? പ്രൊപ്പീൻ. ഇതിൻ്റെ പേരെന്താണ്? പ്രൊപ്പീൻ. ഇതേപോലെ ബാക്കിയുള്ളവരുടെ പേരുകൾ നിങ്ങൾ എഴുതണം. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദി ഫോളോയിങ് കോമ്പൗണ്ട് ഇൻടു ആൽക്കീൻ, ആൽക്കീൻ, ആൽക്കീൻ. ഇപ്പോൾ നേരത്തെ നമ്മൾ ഇതിൽ ചെയ്ത പോലെ തന്നെ ഇവരും ആൽക്കീൻ, ആൽക്കീൻ, ആൽക്കീൻ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും പാർട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.